ഹലോ ഗെയ്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് റിലയൻസിലാണ് കേട്ടോ. കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ വന്നതാണ്. ഒരുപാടൊന്നുമില്ല, 2-3 സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ലിയമോൾ എന്തോ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ, എന്തോ ഒന്ന് നോക്കുന്നുണ്ട്. ഞാനിവിടെ അരിയും ബിരിയാണി റൈസൊക്കെ ഇല്ലേ, അതൊക്കെ തൂക്കിയെടുക്കുന്നു. ഞാനവിടെ പോസ്റ്റാണ്. ഇതിന് റെഡ് സ്റ്റിക്കർ അടിക്കുന്നവനെ കാണുന്നില്ല. അങ്ങനെ അവിടെ നിന്നുള്ള സാധനങ്ങളെല്ലാം വാങ്ങി സെറ്റ് ചെയ്ത് കപ്പ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു കേട്ടോ. ഇന്ന് വൈകിട്ട് കപ്പയാണ്. ഇപ്പം ആഴ്ചയിൽ ഒരു 2 ദിവസത്തിൽ ഞാൻ കപ്പ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. എപ്പോഴും ഞങ്ങൾ ഈ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ കപ്പ വാങ്ങുക. അങ്ങനെ അടുത്തുള്ള ബേക്കറി കയറി ലിയമോക്ക് 2-3 ബിസ്ക്കറ്റും വാങ്ങിയിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കപ്പ വാങ്ങുമ്പോൾ മത്തിയും വാങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി കപ്പയെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മത്തി മുളകിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സൂപ്പറായിരിക്കും കഴിക്കാൻ. എൻ്റെ വീട്ടിലൊക്കെ 2-3 മാസം കൂടുമ്പോഴേ കപ്പയൊക്കെ വാങ്ങാറുള്ളൂ കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഞാൻ കപ്പേൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട്. കപ്പക്ക് കോമ്പിനേഷൻ കൊടുക്കാനും പഠിച്ചിട്ടുണ്ട്. 9:30 ആയപ്പോഴാണ് കേട്ടോ ഞാൻ കപ്പയും മീൻ കറിയൊക്കെ കഴിക്കുന്നത്. ഒത്തിരി ലേറ്റായിപ്പോയി. അപ്പോൾ അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോ കാര്യങ്ങളിങ്ങനെ ഓർത്തു. അപ്പോൾ ഞാൻ ഓർക്കാണ്, കർമ്മ എന്ന് പറയുന്നത് എത്ര സത്യമുള്ള കാര്യമാണ്. നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 10 ഇരട്ടിയായിട്ട് വിളിച്ച് പറയുമ്പോൾ ഓർക്കണം, ആ വിളിച്ച് പറയുന്നവരുടെ മക്കളിലൂടെ ആ പറഞ്ഞ അമ്മക്കോ അല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ മറ്റ് പേരൻസിനോ കിട്ടും എന്നുള്ളത്. അപ്പോൾ അവർക്ക് നമ്മളൊരവസ്ഥ അവർക്ക് പിന്നീട് ഉണ്ടാകുമ്പോൾ നമ്മൾ ചിരിക്കാതിരിക്കുക, അത് തന്നെയാണ് ഏറ്റവും നല്ലത്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.